നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട USS പരീക്ഷാർത്ഥികളെ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകമാകുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. താഴെ തന്നിരിക്കുന്ന രാജ്യങ്ങളെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇവിടെ തന്നിരിക്കുന്ന ഓർഡർ ചൈന, ഓസ്ട്രേലിയ, റഷ്യ, ബ്രസീൽ, ഇന്ത്യ, USA, കാനഡ. തന്നിരിക്കുന്നത് ചൈന, ഓസ്ട്രേലിയ, റഷ്യ, ബ്രസീൽ, ഇന്ത്യ, USA, കാനഡ. ഇതിനെ വലിപ്പക്രമത്തിൽ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഏറ്റവും വലുത് ഏതാ? റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. ഓക്കെ, വലിപ്പക്രമത്തിൽ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആദ്യം റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. ഓക്കെ, ഒരിക്കൽ കൂടി തന്നിരിക്കുന്ന രാജ്യങ്ങളെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഓർഡർ റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് കേട്ടു. എവറസ്റ്റ് എന്ന് എഴുതരുത്, മൗണ്ട് കേട്ടു. മൗണ്ട് കേട്ടു. നേപ്പാളിൽ കൈലാസ നിരകൾ എന്നറിയപ്പെടുന്ന മലനിരകൾ ഏത്? നേപ്പാളിലെ കൈലാസ നിരകൾ എന്നറിയപ്പെടുന്ന മലനിരകൾ ഏത്? ഏതാണ്? കാരക്കോറം മലനിരകളെയാണ് കൈലാസ നിരകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, കാരക്കോറം മലനിരകൾ, കാരക്കോറം. നോക്കൂ, അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രദേശങ്ങളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേരുകൾ ക്രമപ്പെടുത്തി എഴുതുക. എവറസ്റ്റ് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലേ? ഓരോ സ്ഥലത്തും അറിയപ്പെടുന്ന പേരുകൾ ക്രമപ്പെടുത്തി എഴുതണം. ഇവിടെ തന്നിരിക്കുന്നത് ഓർഡർ തെറ്റിച്ചിട്ടാണ്. നേപ്പാൾ, ടിബറ്റ്, ചൈന, ഈ ഓരോ സ്ഥലത്തും എവറസ്റ്റ് അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? നേപ്പാളിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? നേപ്പാളിൽ സാഗർമാത. ഏത് പേരാണ്? സാഗർമാത. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത് ഏത് കൊടുമുടിയാണ്? എവറസ്റ്റ്. എവറസ്റ്റിനെയാണ് നേപ്പാളിൽ സാഗർമാത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എവറസ്റ്റ് ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ടിബറ്റിൽ എന്തെന്നറിയപ്പെടുന്നു? ചോലുങ്മ. ഓക്കെ, ചോലുങ്മ. ചോലുങ്മ എന്നാണ് എവിടെ അറിയപ്പെടുന്നത്? ടിബറ്റിൽ. ഇപ്പോൾ ചൈനയിലോ? ചൈനയിലെ കുലാമാലുങ്മ. കുലാമാലുങ്മ. ഓക്കെ, അടുത്ത ചോദ്യം, ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം ഏത്? ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം ഏത്? ഇവിടെയാണ് ബംഗാളിലെ കണ്ടൽക്കാടുകൾ. ബംഗാളിലെ കണ്ടൽക്കാടുകളിലാണ് ബംഗാൾ കടുവ വസിക്കുന്നത്. ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാദ്രി നിരകളിലെ കാഞ്ചൻജംഗ. ഹിമാദ്രി നിരകളിലെ കാഞ്ചൻജംഗയാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. അടുത്ത ചോദ്യം, സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? നിത്യഹരിത വനങ്ങളിൽ. നിത്യഹരിത വനങ്ങളിലാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത്. കാലവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം ഏത്? കാലവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഓക്കെ, അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത്? ഉപദ്വീപീയ നദികളിൽ പെടാത്തത് സിന്ധു നദി. സിന്ധു നദി ഉപദ്വീപീയ നദി അല്ല. ഓക്കെ, അത് ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക്. സിന്ധു മാത്രമല്ല ഉപദ്വീപീയ നദിയിൽ പെടാതിരിക്കുന്നത്, അല്ലേ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നാണ് സിന്ധു നദി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി, നർമ്മദ, താപ്തി, സിന്ധു. കൃഷ്ണ, ഗോദാവരി, മഹാനദി, ഗോദാവരി, നർമ്മദ, താപ്തി, സിന്ധു.
ഇതിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് സിന്ധു നദി. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? വേഗത്തിലാണ് പോകുന്നത്, കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തീർക്കേണ്ടതുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ വേഗം വേഗം അറിയാത്ത ക്വസ്റ്റ്യനുകൾ എഴുതി റിവൈസ് ചെയ്ത് പഠിച്ച് തന്നെ പോവുക. ഓക്കെ, വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ പാഠപുസ്തകം നന്നായിട്ട് വായിക്കുക. നമുക്ക് കിട്ടുന്ന ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് പാഠപുസ്തകത്തെ ആസ്പദമാക്കി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്യണം. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കൂ. ആലിപ്പഴം വീഴ്ച, മഞ്ഞുവീഴ്ച ഇവയ്ക്ക് കാരണമായ പ്രകൃതി പ്രതിഭാസം ഏത്? ആലിപ്പഴം വീണുവെന്നും മഞ്ഞുവീഴ്ച ഉണ്ടായി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ആലിപ്പഴം വീഴ്ചയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും ഒക്കെ കാരണമായ പ്രകൃതി പ്രതിഭാസം എന്താണ്? വർഷണം. എന്താണ്? വർഷണം. വർഷണം. ഓക്കെ, എന്താണ്? വർഷണം. അടുത്ത ചോദ്യം നോക്കൂ. ആഗോളതാപന നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമായ വാതകം ഏത്? ആഗോളതാപന നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമായ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഇതൊക്കെയാണ് ആഗോളതാപന നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന വാതകങ്ങൾ. പഞ്ഞിക്കെട്ട് പോലെ ആകാശത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏത്? പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ്. ക്യുമുലസ്. ഏതാണ്? ക്യുമുലസ്. പഞ്ഞിക്കെട്ട് പോലെ ആകാശത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ്. ഓക്കെ, കനത്ത മഴയ്ക്ക് കാരണമാകുന്ന നീരാവി നിറഞ്ഞ മേഘലക്കൂട്ടങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, കനത്ത മഴയ്ക്ക് കാരണമാകുന്ന നീരാവി നിറഞ്ഞ മേഘക്കൂട്ടങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്യുമുലോ നിംബസ്. ക്യുമുലോ നിംബസ്. ഓക്കെ, പഞ്ഞിക്കെട്ട് പോലെ ആകാശത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ്. ഇനിയോ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന നീരാവി നിറഞ്ഞ മേഘക്കൂട്ടങ്ങളെ ക്യുമുലോ നിംബസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യപ്രകാശം കുത്തനെ പതിക്കുന്ന ദിവസങ്ങൾ ഏവ? ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യപ്രകാശം കുത്തനെ പതിക്കുന്ന ദിവസങ്ങൾ ഏവ? മാർച്ച് 21 സെപ്റ്റംബർ 21. 21 ഓർക്കുക, മാർച്ച് സെപ്റ്റംബർ. മാർച്ച് 21 സെപ്റ്റംബർ 21 എന്താ? ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യപ്രകാശം കുത്തനെ പതിക്കുന്ന ദിവസങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളായ പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച എന്നിവ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പല രാജ്യങ്ങളുടെയും ഭരണഘടനകളിൽ നിന്ന് കടം കൊണ്ട് രൂപം കൊണ്ടതാണ് അല്ലേ. വളരെ വിസ്തൃതവും വിശാലവും ഒക്കെ ആയ ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. അതിൽ പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയും ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? ബ്രിട്ടൻ. ബ്രിട്ടനിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയും കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബ്രിട്ടൻ. USA ഭരണഘടനയിൽ നിന്നും നമ്മുടെ ഭരണഘടനയിലേക്ക് കടം കൊണ്ട സവിശേഷതകൾ ഏവ? USA ഭരണഘടനയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുണ്ട്. അതേതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇത് ഏത് രാജ്യത്തിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? USA നിന്നാണ് മൗലിക അവകാശങ്ങളും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. ചേരുംപടി ചേർക്കുക. കറക്റ്റായിട്ടുള്ളത് എഴുതുക. നോക്കൂ, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നും കടമെടുത്തതാണ് എന്ന നിർദ്ദേശക തത്വങ്ങൾ, സംയുക്ത വ്യവസ്ഥ, മൗലിക കടമകൾ, ഭരണഘടനാ ഭേദഗതി ഇവ തന്നിരിക്കുന്നത് ഓർഡർ തെറ്റിച്ചാണ്. അപ്പോൾ കറക്റ്റായിട്ട് നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. സംയുക്ത വ്യവസ്ഥ കാനഡ. സംയുക്ത വ്യവസ്ഥ കാനഡ. മൗലിക കടമകൾ USSR. USSR ഏത് രാജ്യമാണ്? റഷ്യ. ഓക്കെ, റഷ്യയാണ് USSR. ഓക്കെ, റഷ്യ USSR. മൗലിക കടമകൾ കടം കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതിയോ? സൗത്ത് ആഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി
സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, 50ാമത്തെയും ഇപ്പോഴത്തെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. അദ്ദേഹം അധികാരത്തിൽ വരുന്നത് 2022 നവംബർ 9-നാണ്. ഓക്കെ, 2022 നവംബർ 9-ാം തീയതിയാണ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് അധികാരത്തിൽ വരുന്നത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സ്ഥാനമേൽക്കുന്നത്. ഓക്കെ, കറണ്ട് അഫെയർ ആണ്, കൃത്യമായിട്ടത് നോക്കുക. ഭരണഘടനാ ഭേദഗതി വരുത്താൻ അധികാരമുള്ള ഏക സംവിധാനം ഏത്? ഭരണഘടനയ്ക്ക് മാറ്റം വരുത്താൻ എല്ലാവർക്കും സാധിക്കില്ല അല്ലേ? പക്ഷേ ഭരണഘടനാ ഭേദഗതിയിൽ മാറ്റം വരുത്താൻ അധികാരമുള്ള ഏക സംവിധാനം ഏതാണ്? പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ഭരണഘടനാ ഭേദഗതിയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, പാർലമെൻറ്റ്. 20ാമത്തെ ചോദ്യം, പാർലമെൻറ്റിലെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? എന്താണ് അല്ലെങ്കിൽ ഏതാണ് പാർലമെൻറ്റിലെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത്? പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലം ലോക്സഭയാണ് ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ വേറെ എന്തോ ഒന്നുകൂടി കാണും അല്ലേ? അധോമണ്ഡലം. പാർലമെൻറ്റിലെ 2 മണ്ഡലങ്ങളുണ്ട്, ഉപരിമണ്ഡലവും അധോമണ്ഡലവും. ഉപരിമണ്ഡലം എന്ന് പറയുന്നത് ലോക്സഭയും അധോമണ്ഡലം എന്ന് പറയുന്നത് രാജ്യസഭയുമാണ്. ഓക്കെ, ഉപരിമണ്ഡലം ലോക്സഭ, അധോമണ്ഡലം രാജ്യസഭ. രാജ്യസഭാ അധ്യക്ഷൻ, ലോക്സഭാ അധ്യക്ഷൻ ഇവർ ആരാണ്? ഉപരിമണ്ഡലവും അധോമണ്ഡലവും പറഞ്ഞു അല്ലേ? ഇതിൽ രാജ്യസഭാ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ആര്? ലോക്സഭാ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ആര്? രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ, ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ അധ്യക്ഷൻ. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ് ലോക്സഭാ അധ്യക്ഷൻ. ഓക്കെ, രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയും ലോക്സഭാ അധ്യക്ഷൻ സ്പീക്കറുമാണ്. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഭരണഘടനയിൽ നിലവിൽ എത്ര ഭേദഗതികൾ ഉണ്ട്? ഭരണഘടനയിൽ നിലവിൽ 103 ഭേദഗതികളുണ്ട്. എത്ര? 103. 103ാം ഭേദഗതി ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഏതുമായി ബന്ധപ്പെട്ടതാണ് 103ാം ഭേദഗതി? 103ാം ഭേദഗതി സാമൂഹികമായി മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർക്ക് നൽകുന്ന സംവരണമാണ്. 10% സംവരണം മുന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്നവർക്ക് സാമ്പത്തികമായി പിന്നോക്കമാണെങ്കിൽ അവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് 103ാം ഭേദഗതി. അടുത്ത ചോദ്യം, അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നവർ ആര്? അലി സഹോദരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ആരൊക്കെയാണ് അലി സഹോദരന്മാർ? ആരൊക്കെയാണ്? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. ക്ലിയർ? അടുത്ത ചോദ്യം, ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആര്? ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആര്? ഖലീഫ. ആരാണ്? ഖലീഫ. ഖലീഫയാണ് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രവാസി ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? പ്രവാസി ദിനം ഏത് ദിവസമാണ്? ജനുവരി 9. ജനുവരി 9 പ്രവാസി ദിനം. അറിയാലോ എന്താ ജനുവരി 9 പ്രത്യേകത? മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസമാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കി ഇന്ത്യയിൽ സ്ഥിരമായിട്ട് തിരിച്ചെത്തിയ ദിവസമാണ് ജനുവരി 9. അതാണ് പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ബഷീറിൻ്റെ അമ്മ എന്ന അനുഭവ കഥയിൽ ഏത് സംഭവമാണ് പ്രതിപാദിക്കുന്നത്? ബഷീറിൻ്റെ അമ്മ എന്ന അനുഭവ കഥയിൽ ഏത് സംഭവമാണ് പ്രതിപാദിക്കുന്നത്? ഏത് സംഭവമാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ് അതിൽ വൈക്കം മുഹമ്മദ് ബഷീർ പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കലം കെട്ട് ജാഥ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. പ്രധാനപ്പെട്ട ഒന്നാണ് കലം കെട്ട് ജാഥ. കലം കെട്ട് ജാഥ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു?
മേച്ചിൽപ്പുല്ല് സമരവുമാണ് കേട്ടോ. മേച്ചിൽപ്പുല്ല് സമരം കണ്ണൂർ ജില്ലയിൽ കണ്ടക്കൈ ഗ്രാമത്തിൽ കുഞ്ഞാക്കാമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് മേച്ചിൽപ്പുല്ല് സമരം. കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ കുഞ്ഞാക്കാമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് മേച്ചിൽപ്പുല്ല് സമരം. മേച്ചിൽപ്പുല്ല് സമരത്തിലാണ് ഈ കലംകെട്ട് ജാഥ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, കലംകെട്ട് ജാഥ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരേണ്ടത് മേച്ചിൽപ്പുല്ല് സമരമാണ്. മേച്ചിൽപ്പുല്ല് സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എവിടെ? കണ്ണൂർ ജില്ലയിലെ കുഞ്ഞാക്കാമ്മ. ക്ലിയർ? ചോദിക്കാം, നിങ്ങളുടെ USS ജേതാവ് ആര് എന്ന് നിർണയിക്കുന്ന ചില ക്വസ്റ്റ്യനുകളാണ് ഇതൊക്കെ നന്നായിട്ട് തന്നെ നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ അയ്യപ്പൻ അല്ലേ? പൊയ്കയിൽ അയ്യപ്പനാണ് 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. ഓക്കെ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ ഏവ? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ ഏവ? മുസ്ലി അൽ ഇസ്ലാം. മുസ്ലി അൽ ഇസ്ലാം. ഇത് രണ്ടും വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ്. ഓക്കെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരെ ബൈ ബൈ.